വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അല്ലീസ് യൂട്യൂബ് ആൻഡ് ബോർഡ്. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സ് ഫ്രണ്ട്സും സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ ഗ്രേ ഹെയർ പൂർണ്ണമായിട്ട് ഹൈഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി നമ്മുടെ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ടിപ്പുമായിട്ടാണ്. അപ്പോൾ മുൻപ് ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടും വളരെ ഈസി ആയിട്ടും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് ചെയ്യുന്നതാണ്. നമ്മൾ കെമിക്കലായിട്ടുള്ള ഡൈ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒന്നും ട്രൈ ചെയ്യാതിരിക്കുക നല്ലത്. ഈ ഒരു ടിപ്പുണ്ടല്ലോ നമ്മുടെ ഹെയർ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാകാനും ഹെൽപ്ഫുൾ ആവുന്നതാണ്. അപ്പോൾ കൂടുതൽ കാര്യം പറഞ്ഞ് ബോറടിപ്പിക്കേണ്ട ജസ്റ്റ് ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ, ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാമേ. ഈ ഒരു ഡൈ ഉണ്ടല്ലോ നമുക്ക് കുഞ്ഞു മക്കൾക്കായാലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് തികച്ചും കെമിക്കൽ ഫ്രീ ആയതുകൊണ്ട് തന്നെ അവരുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഹെയർ സ്ട്രൈറ്റൻ ചെയ്തോ സ്മൂത്തൻ ചെയ്തോ അല്ലെങ്കിൽ കളർ ചെയ്തിട്ടുള്ള ഹെയറിലൊക്കെ ഇത് അത്രയ്ക്ക് അങ്ങോട്ട് എഫക്റ്റീവ് ആയിരിക്കത്തില്ലേ. ഞാൻ എൻ്റെ ഹെയറിൽ കളർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അത് ഹെയർ ഗ്രോത്തും കൂടി പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത്. എൻ്റെ ഹെയറിൽ കളർ ചെയ്ത കാരണം ആ ഒരു കറുപ്പ് നിറം എനിക്ക് കിട്ടത്തില്ല. അല്ലാത്ത ഹെയർ ആണെങ്കിൽ നല്ല വാഷ് ചെയ്ത ശേഷം യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ഞാനിവിടെ രണ്ട് മെത്തേഡ് കാണിക്കുന്നുണ്ട്. ഒന്ന് ഇൻസ്റ്റൻറ്റും ഒന്ന് ഇൻസ്റ്റൻറ്റ് അല്ലാത്തതും. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളതിന് നമുക്കിതുപോലെ ബദാം എടുക്കാവേ. ബദാം നമുക്ക് ഒരു പിടി അളവിനെങ്കിലും എടുക്കണം. നമ്മുടെ ഹെയറിന് എത്രത്തോളം ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് എടുക്കാതെ ഇതിനെ നമുക്ക് നല്ലതുപോലെ കരിയിച്ചെടുക്കണേ. അതിനായിട്ട് ഒരു പപ്പടം കുത്തിയിലോ അങ്ങനെ എങ്ങാണ്ടോ വെച്ചിട്ട് തീയിൽ കാണിച്ചിട്ട് കരിയിച്ചെടുക്കാതെ. ഞാനിപ്പോൾ ഇതിനെ അടുപ്പിൽ കാണിച്ചൊന്ന് നല്ലതുപോലെ കരിയിച്ചെടുക്കുവാണേ. ഇതിൻ്റെ കരിയുണ്ടല്ലോ നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമേ. ഇത് ഹെയർ ഗ്രോത്തിനും നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കരിഞ്ഞെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ഇത് നമുക്ക് പൊടിച്ചെടുക്കണേ. ഇത് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ മിക്സർ ജാറിലൊക്കെ ഇട്ട് പൊടിക്കാൻ പറ്റുമേ. അപ്പോൾ അതിനേക്കാളും കുറഞ്ഞ അളവാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതുപോലെ ഇടികളിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് നല്ല പൊടിയാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എടുക്കാം. നല്ല പൊടിയാകുമ്പോൾ നമ്മുടെ ഹെയറിന് അപ്ലൈ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് എടുത്ത് ഇതുപോലെ ഒന്ന് പൊടിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും പൊടിയായി കിട്ടിയാലാണ് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ഞാൻ 1-2 സ്പൂൺ നമ്മുടെ ഹെയറിൻ്റെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാവേ. പിന്നെ നമ്മളിത് മിക്സ് ചെയ്യുന്നത് നമ്മുടെ അലോവേറ ജെല്ല് വെച്ചിട്ടാണ്. ഇത് തികച്ചും കടയിൽ നിന്ന് വാങ്ങുന്നത് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് മിനറൽ ഫ്രീ, സൾഫേറ്റ് ഫ്രീ, അങ്ങനെ പാരബൻ ഫ്രീ അങ്ങനെ ആയിട്ടുള്ളത് മാത്രം യൂസ് ചെയ്യുക. പിന്നെ ഇത് വാങ്ങുമ്പോഴുണ്ടല്ലോ നമ്മുടെ സ്കിന്നിനും ഹെയറിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നോക്കി തന്നെ വാങ്ങണം. ചിലത് സ്കിന്നിന് മാത്രമായിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിന് നമ്മുടെ ആവശ്യാനുസരണം 1-2 സ്കൂപ്പിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് മിക്സ് നല്ല ലൂസാവാനും പാടില്ല, ഒരുപാട് അങ്ങ് കട്ടിയാകാനും പാടില്ല. അപ്പോൾ ആ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇതുണ്ടല്ലോ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മുടെ പെട്ടെന്നൊരു ആവശ്യത്തിന് പോവുകയാണെങ്കിലുണ്ടല്ലോ ഇത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് പോകാവുന്നതാണ്. പെട്ടെന്നൊന്നും അങ്ങനെ ഇളകി പോകുന്ന ടൈപ്പല്ല ഇത്. അപ്പോൾ ഇതെല്ലാവരും ഈ മെത്തേഡൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ നമ്മൾ കുറച്ചൊന്ന് പൊടിച്ച് വച്ചിരിക്കുകയാണെങ്കിലുണ്ടല്ലോ നമുക്ക് പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ തന്നെ ബദാം ഓയിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ അതും ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാണ് അവർ തരുന്നതെങ്കിലും, പക്ഷെ അത് യൂസ് ചെയ്തിട്ട് ഞാൻ ഒത്തിരി പേരോട് ചോദിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് അങ്ങ് റിസൾട്ട് ആരും തന്നെ പറയുന്നില്ല. അപ്പോൾ ഇനി രണ്ടാമത്തെ മെത്തേഡിന് ഞാൻ കുറച്ച് ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ കരിഞ്ഞു വരണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി അത് പൊടിക്കാനുള്ള ആ ഒരു പാകമായി കിട്ടിയാൽ മതിയേ. ഇതിന് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അതിനോടൊപ്പം നമ്മുടെ ബദാം നേരത്തെ പൊടിച്ചതുണ്ടല്ലോ അതും കുറച്ചൊന്നും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഗ്രാമ്പു ഉണ്ടല്ലോ ഹെയർ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവാൻ ഹെൽപ്ഫുൾ ആവുന്നതാണ്. നമ്മുടെ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ നേരത്തെ എടുത്ത് വെച്ച അലോവേറ വെച്ചിട്ട് തന്നെയാണ് ഇതും മിക്സ് ചെയ്യുന്നത്. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ശരിക്കും ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ആയതുകൊണ്ടാണ് ഓയിൽ അപ്ലൈ ചെയ്താലും റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞത്. ഞാനിതിലോട്ട് നമ്മുടെ അലോവേറ ജെല്ലാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ ഹെയറിനായാലും അപ്ലൈ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. ഇപ്പോൾ ജെല്ല് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് 1 മണിക്കൂറെങ്കിലും നമ്മുടെ ഹെയറിൽ ഇട്ടതും നമ്മുടെ നരച്ചുമുടി കറുത്ത് വരുമെന്നല്ല, ഗ്രാജുവലി ആ കളർ ചേഞ്ചായി വരാൻ ഹെൽപ്ഫുൾ ആവും കേട്ടോ. നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്ന ഗ്രാമ്പു ഉണ്ടല്ലോ ഹെയർ നല്ല ബ്ലാക്കായി മാറ്റാനും അതുപോലെ ഹെയറിന് നല്ല തിക്നെസ്
ഹെയർസ് ഉണ്ടാവാനും നല്ല നീളത്തിൽ വളരാനും ഒക്കെ ഹെൽപ്ഫുൾ ആവുന്ന ഒന്നാണ്. അപ്പോൾ ഈ മെത്തേഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തികച്ചും നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ യാതൊരുവിധ പ്രശ്നങ്ങളും നമ്മുടെ ഹെൽത്തിന് ഉണ്ടാകുന്നതല്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ. അടുത്തൊരു അടിപൊളി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.